നിർത്തിയാ അക്ക് വേറെ പോയണ്ട് വേറെ പോയണ്ടാ. എന്നാടാ അമ്മ ഞങ്ങക്ക് വിശക്കുന്നു, എന്ത് നോക്കിത്താ. അമ്മ ചന്ദ്രേട്ടന്റെ വീട്ടിൽ പോയിട്ട് അരി മേടിച്ചിട്ട് വരട്ടെ. എന്നിട്ട് മോന് ചോറാക്കി തരാം. മോനോടി ഇരിക്ക്. ഓറിന് തരുമോന്ന് അറിയില്ല. ഓർക്കാറുണ്ടോ കുറെ പൈസയും കൊടുക്കാനുണ്ട്. അമ്മ എനിക്കൊരു സൈക്കിൾ മേടിച്ചോ. ആ വിച്ചുവിന് എന്നോട് സൈക്കിൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അരി മേടിക്കാൻ വരെ പൈസയിലായിട്ട് നീ കാണുന്നില്ല. എന്നേരം അവൻ്റെ ഒരു സൈക്കിള്. അച്ഛനല്ലേടാ, അച്ഛനെ വിളിച്ചോട്ടെ. അമ്മേ അച്ഛനെ കാണാനല്ലോ വന്നിട്ടാ. അല്ല വൈകി പഠിക്കലടിയില്ലേ? വൈകി പഠിക്കൽ ആരാ നിങ്ങള്? ആരാ? നമ്മള് ബാങ്കിൽ നിന്നാണേ. വഴി പഠിക്കാറില്ലേ? ആ ഓർ ഇടിയങ്ങാറ്റുണ്ടേനു. ഒന്ന് വിളിക്കുവാ. ഞാൻ വിളിക്കാം, നിങ്ങളിരിക്കേ. വൈച്ചോട്ടാ ബാങ്ക് നാളെ വന്നിട്ടാ. എന്റെ ദൈവം ബാങ്ക് അല്ല പഠിക്കറേ, നിങ്ങളെന്നാ പറഞ്ഞു സീസണിൽ അടച്ചോളൂ തന്നെ. ഇപ്പൊ നിങ്ങൾ തെയ്യ സീസണല്ലേ, അടുത്ത ജപ്തിയാന്ന് കേട്ടാ. സാർ ഇത് കാണുന്നില്ലേ? തുടക്കത്തിൽ തന്നെ മേലേരുന്ന് പൊള്ളിയതാ സാറേ. ഇപ്പോന്നെങ്കിൽ ഇപ്പൊ ഒരാള് തിരിഞ്ഞു നോക്കാൻ വരെയില്ല. നമ്മള് ആരും വരുത്തൂല്ല. അല്ല ഇതൊന്നും ഒരു റീസൺ അല്ല കേട്ടാ. നമുക്കിത് കേൾക്കുക വേണ്ട. നിങ്ങൾക്ക് ബാക്കിയുള്ള സമയത്ത് വേറെ ജോലിക്ക് പോകാലോ. നിങ്ങൾക്ക് എന്തെല്ലാം പണിയുണ്ട്. ശരി സാറേ, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം. എങ്ങനെ നടക്കാനുള്ളത് നടത്താൻ തന്നെ വേണം. നിങ്ങൾ പറ്റുമെങ്കിൽ പലിശ കഴിച്ചിട്ട് അത് പുതുക്കാൻ നോക്ക്. സാറ് കാണുന്നില്ലേ, അച്ഛനമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല. അപ്പം ആരും നോക്കാനില്ല. എല്ലാം ഞാൻ തന്നെയല്ലേ സാർ ചെയ്യേണ്ടത്. അല്ല ഇതൊന്നും നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ലപ്പാ. നമുക്ക് നമ്മളെ ആക്ഷൻ എടുത്തിട്ടല്ലേ പറ്റൂ. പോവാ, അടുത്ത നമ്മൾ വരുന്നത് ഇങ്ങനെ ഇരിക്കില്ല കേട്ടാ. അടുത്ത പോലീസിനെ കൂട്ടിയിട്ടായിരിക്കും വരും. സാർ എന്നൊന്നും പറയില്ല സാറേ, കുറച്ചും കൂടി സാവകാശം സാറേ. ഒന്ന് പെട്ടെന്ന് ഉണങ്ങിയെങ്കിൽ വീണ്ടും കോലം കെട്ടാൻ വേണ്ടി ഇറങ്ങിനോ. തെയ്യം മാത്രം നോക്കി നിൽക്കണ്ട, വേറെ എന്തിനും പോകാം. അച്ഛാ അച്ഛൻ കരയണ്ട, ഞാൻ തെയ്യം കെട്ടാൻ പോയിക്കോളൂ അമ്മേ. മോനെ